السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ മൂന്നാമത്തെ ഘടകമാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അള്ളാഹു വിജയിച്ച മുഅ്മിനീങ്ങളുടെ അടയാളം പറയുന്നത് വല്ലദീനഹും ലിസ്സക്കാത്തി ഫാഇലൂൻ, അവർ സക്കാത്തിനെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്നാണ്. എന്നാൽ സക്കാത്ത് നൽകാത്തവർക്കുള്ള ശിക്ഷ കഠിനമാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നില്ല എങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് കഠിന ശിക്ഷയുണ്ട് എന്ന് നബിയെ തങ്ങൾ മുന്നറിയിപ്പ് നൽകുക. എന്നിട്ട് ആ ശിക്ഷയുടെ രൂപം വിശദീകരിക്കുന്നു. യൗമ യുഹ്മ അലൈഹാ ഫീ നാരി ജഹന്നം, ആ സ്വർണ്ണ നാണയങ്ങളും വെള്ളിയുമൊക്കെ നരകത്തിലിട്ട് പഴിപ്പിക്കപ്പെടും. ഫത്തുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വലുഹൂറുഹും, അതുകൊണ്ട് അവരുടെ നെറ്റിത്തടങ്ങളെയും അവരുടെ പാർശ്വങ്ങളെയും അവരുടെ മുതുകുകളെയും ചൂടാക്കപ്പെടും. ഹാദാമാ കനസ്തുൻലി അംഫുസിക്കും, എന്നിട്ട് അവരോട് പറയപ്പെടും, ഇതാണ് നിങ്ങൾ നിക്ഷേപമാക്കി വെച്ച മുതൽ. ഫദൂക്കുമാ കുന്തും തക്നിസൂൻ, നിങ്ങൾ നിക്ഷേപമാക്കി വെച്ച മുതലിൻ്റെ ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിക്കുക എന്നവരോട് പറയപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ നോക്കിയാൽ കാണാം. അതുകൊണ്ട് സക്കാത്തിൻ്റെ കാര്യം വളരെ ഗൗരവമാണ്. പലപ്പോഴും നിസ്കാരവും നോമ്പും ഹജ്ജുമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവർ തന്നെ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ അമാന്തം കാണിക്കാറുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സമ്പത്തിൻ്റെ കാര്യമായതുകൊണ്ട് പലപ്പോഴും ചില ആളുകൾ അതിൽ അലസത കാണിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സയുതവ്വഖൂന ബിമാ ബഖിലു യൗമൽ ഖിയാമ, അവർ ലുബ്ധത കാണിക്കുന്ന, ബഖീൽ തരം കാണിക്കുന്ന സമ്പത്ത് അത് അവരുടെ കഴുത്തിൽ പരലോകത്ത് കട്ടപ്പെടുമെന്ന്. അതുകൊണ്ട് നാം ആ കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കണം. സക്കാത്ത് പല ഇനത്തിലും നിർബന്ധമാകുമെങ്കിലും നാം സർവ്വസാധാരണമായി ബന്ധപ്പെടുന്ന വസ്തുക്കളുടെ സക്കാത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്വർണം, വെള്ളി, കറൻസി, കച്ചവട മുതൽ, അതിൻ്റെ സക്കാത്താണ് പ്രധാനമായും ഇപ്പോൾ ചർച്ചക്ക് കൊണ്ടുവരുന്നത്. സ്വർണം, ഒരാളുടെ കൈവശം 85 ഗ്രാം സ്വർണം എത്തിക്കഴിഞ്ഞാൽ അത് ഒരു വർഷം അവൻ സൂക്ഷിച്ചാൽ അതിൻ്റെ 2.5% അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ നൽകണം. ഈ സ്വർണം സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾ ആഭരണമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അല്ല പറയുന്നത്. സ്ത്രീകൾ ആഭരണമായി ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്തില്ല. ചിലപ്പോൾ ഉപയോഗിക്കും, ചിലപ്പോൾ അവിടെ സൂക്ഷിച്ചു വെക്കും, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനത്തെ സ്വർണത്തിന്, ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. നേരെ മറിച്ച് ഒരാൾ സ്വർണം സൂക്ഷിക്കുന്നത് ആഭരണമായിട്ടാണ് എങ്കിൽ, അവൻ ആഭരണം ഉണ്ടാക്കി ആഭരണത്തിൻ്റെ രൂപത്തിലാണ് സ്വർണം സൂക്ഷിക്കുന്നതെങ്കിൽ അത് 85 ഗ്രാം ഉണ്ടാവുകയും ചെയ്താൽ അതൊരു വർഷം കയ്യിൽ വെച്ചാൽ, സ്വർണം 85 ഗ്രാം കയ്യിൽ വന്നു എന്നതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാകുന്നില്ല, മറിച്ച് അത് ഒരു വർഷം തികയുമ്പോഴാണ് അതിനേക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത്. 85 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിലുള്ള കണക്കാണ്. ഇനി അവിടെ മുതൽക്ക് സക്കാത്ത് നിർബന്ധമാകുന്നത് 85 ഗ്രാം മുതൽക്കാണ്. ഇനി അത് മുതൽ 600 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ എത്ര ഗ്രാം ഉണ്ടായാലും അതിൻ്റെയൊക്കെ 2.5% അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. 85 ഗ്രാം സ്വർണത്തിൻ്റെ 2.5% എന്ന് പറഞ്ഞാൽ 2 ഗ്രാമും 125 മില്ലിഗ്രാമും ഉണ്ടാകും. 100 ഗ്രാം ആണെങ്കിൽ 2.5 ഗ്രാം ഉണ്ടാകും. 100 പവനാണെങ്കിൽ 2.5 പവനും ഉണ്ടാകും. അങ്ങനെ 85 ഗ്രാം മുതൽ എത്ര അങ്ങോട്ട് വർദ്ധിച്ചാലും കൊല്ലം തികഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. ഇനി വെള്ളി, 595 ഗ്രാം വെള്ളി ഒരാൾ കൈവശം വെച്ചാൽ അതൊരു കൊല്ലം തികഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. 595 ഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിലെ കണക്കാണ്. ഇനി 600 ഗ്രാമോ 1000 ഗ്രാമോ എത്ര ആണെങ്കിലും അതിൻ്റെ 2.5% അവൻ സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. 595 ഗ്രാം വെള്ളിയുടെ 2.5% എന്ന് പറഞ്ഞാൽ 14 ഗ്രാമും 875 മില്ലിഗ്രാമും ഉണ്ടാകും. കഴിഞ്ഞിപ്പോൾ 1000 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ 2.5% അവന് സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. ഇനി കറൻസി, ഒരാൾ 595 ഗ്രാം വെള്ളിയുടെ പൈസ
അത് ഇപ്പോഴത്തെ കാലത്ത് 2024 ഏപ്രിൽ 5-ന് ഏകദേശം 45,500 റുപ്യ ഉണ്ടാകും. അത് കൃത്യകണക്ക് അതുമായി ബന്ധപ്പെട്ട കച്ചവടക്കാരോട് ചോദിച്ച് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാനിപ്പോൾ ഉള്ളൊരു ഏകദേശ കണക്ക് പറഞ്ഞതാണ്. അപ്പോൾ 45,500 റുപ്യ അത് ഒരാളൊരു വർഷം സൂക്ഷിച്ചാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് എത്ര പൈസ ഉണ്ടെങ്കിലും കൊല്ലം തികഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ കൊടുക്കണം. അപ്പോൾ 50,000 സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ 1,250 സക്കാത്ത് ഇനത്തിൽ കൊടുക്കണം. 1,00,000 സൂക്ഷിക്കുന്ന ആളാണെങ്കിൽ അവന് 2,500 നൽകണം. 10 ലക്ഷം ആണെങ്കിൽ 25,000 നൽകണം. അങ്ങനെ എത്ര പൈസ ആണെങ്കിലും അതിൻ്റെ 2.5% സക്കാത്തിൻ്റെ ഇനത്തിൽ നൽകണം. ഇനി കച്ചവടത്തിൻ്റെ സക്കാത്ത്, ഒരാൾ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ മൂല്യമുള്ള പൈസ കച്ചവടം ഒരു വർഷം തികയുമ്പോൾ അവിടുത്തെ കച്ചവട സാധനങ്ങൾ, അതിന് ചരക്കുകൾ, അതിൻ്റെ വില കൂട്ടി നോക്കുമ്പോൾ ഉണ്ട് എങ്കിൽ അതിനിക്ക് 2.5% സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിൻ്റെ സക്കാത്ത് അതും ഇതുപോലെ തന്നെ വർഷം തികയുമ്പോഴാണ് നിർബന്ധമാകുന്നത്. വർഷം മുഴുവനും ഈ കണക്ക് നിലനിൽക്കണം എന്നത് അവിടെ നിർബന്ധമില്ല. മറിച്ച് കൊല്ലം തികഞ്ഞാൽ ആ കൊല്ലം തികയുന്ന സമയത്ത് കച്ചവട ചരക്ക് കൂട്ടി നോക്കുമ്പോൾ അതിലേക്ക് അവൻ കച്ചവടത്തിലായിക്കൊണ്ട് അപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന പൈസയും അതും കൂടി കൂട്ടി നോക്കുമ്പോൾ ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസയുണ്ട് എങ്കിൽ അതിനൊക്കെ അവൻ സക്കാത്ത് കൊടുക്കണം. നേരെ മറിച്ച് അതിൽ നിന്ന് അവൻ എടുത്ത് ചെലവഴിച്ച് പോയ സംഖ്യകൾ, ഇപ്പോൾ കച്ചവടം ചെയ്ത് കിട്ടിയ ലാഭം കൊണ്ട് അവന് വാഹനം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ വീടുണ്ടാക്കിയിട്ടുണ്ട്, മകളെ കെട്ടിച്ചിട്ടുണ്ട്, അതൊന്നും ഇതിലേക്ക് കൂട്ടേണ്ടതില്ല. എന്നാൽ അതിൽ നിന്ന് അവന് സമ്പത്ത് പൈസ ആയിക്കൊണ്ട് അവൻ എടുത്ത് സൂക്ഷിക്കുന്നു എങ്കിൽ, ബാങ്കിലോ മറ്റോ സൂക്ഷിക്കുന്നു എങ്കിൽ, അത് സക്കാത്ത് കൊടുക്കാൻ മാത്രമുള്ള തുകയുണ്ട് എങ്കിൽ, അഥവാ 45,000-ലേറൊക്കെ ഉള്ള 50,000, 1,00,000, 10 ലക്ഷമൊക്കെ അവന് അതിന് വേറെ സ്വന്തമായി എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൊല്ലം തികയുമ്പോൾ അതിന് പൈസയുടെ സക്കാത്ത് വേറെ കൊടുക്കണം. കച്ചവടത്തിൻ്റെ ചരക്കുകൾ കൂട്ടി നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ 595 ഗ്രാം വെള്ളിയുടെ തുല്യമായ പൈസയുണ്ട് എങ്കിൽ അതിനിക്ക് അവൻ സക്കാത്ത് കൊടുക്കണം. സ്വർണവും വെള്ളിക്കും സക്കാത്ത് കൊടുക്കേണ്ടത് സ്വർണം വെള്ളി തന്നെയാണ്. നേരെ മറിച്ച് കച്ചവട മുതലിന് സക്കാത്ത് കൊടുക്കേണ്ടത് കച്ചവട സാധനങ്ങളല്ല, മറിച്ച് അത് പണമായി കണക്കാക്കി അത് പൈസയായിട്ടാണ് അവൻ സക്കാത്ത് നൽകേണ്ടത്. കച്ചവടത്തിൻ്റെ സക്കാത്ത് കണക്കാക്കൽ അവൻ കച്ചവടം വിൽപ്പന തുടങ്ങിയോടെ മുതൽക്കല്ല, കച്ചവട ചരക്ക് വാങ്ങിയോടെ മുതൽക്കാണ് അവന് അതിൻ്റെ കൊല്ലം കണക്കാക്കൽ. ഈ സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും കച്ചവട സക്കാത്താണെങ്കിലും നമ്മൾ വർഷം കണക്കാക്കേണ്ടത് അറബി വർഷം കൊണ്ടാണ്, അല്ലാതെ ഇംഗ്ലീഷ് വർഷം കൊണ്ടല്ല. മുഹറം, സഫർ തുടങ്ങിയ ഏത് മാസത്തിലാണോ അവൻ കച്ചവടം തുടങ്ങിയത് അവിടെ മുതൽക്ക് ഒരു 12 മാസം തികയുമ്പോൾ, അഥവാ ഒരു വർഷം തികയുമ്പോൾ അപ്പോഴാണ് അവന് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരാൾ മറ്റൊരാൾക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഒരാൾ മറ്റൊരാൾക്ക് ഒരു 5 ലക്ഷം റുപ്യ കടം കൊടുത്തേക്കണം, അത് കൃത്യമായി അവൻ്റെയൊക്കെ കിട്ടുകയും ചെയ്യും എങ്കിൽ അതിനിക്ക് കൊല്ലം തികയുമ്പോൾ കൊടുത്ത വ്യക്തി സക്കാത്ത് കൊടുക്കണം. വാങ്ങിയ വ്യക്തി ആ പൈസ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ അവനും അതിനിക്ക് സക്കാത്ത് കൊടുക്കണം. ഇനി കൃത്യമായി കിട്ടുന്നില്ലാത്ത ഒരവസ്ഥയാണ് എങ്കിൽ അത് കിട്ടിയതിൻ്റെ ശേഷം സക്കാത്ത് കൊടുത്താൽ മതി. പക്ഷേ അപ്പോൾ എത്ര വർഷമാണോ കഴിഞ്ഞത് അത്രയും വർഷത്തിൻ്റെ സക്കാത്ത് കൂട്ടിക്കൊടുക്കേണ്ടതുണ്ട്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ഫിത്ർ സക്കാത്ത്. ഫിത്ർ സക്കാത്ത് ആർക്കാണ് നിർബന്ധമാകുന്നത്? അത് നിർബന്ധമാകുന്നത് പിന്നെ ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. അവിടെ കുട്ടി വലിയവർ എന്ന കണക്കില്ല. ശവ്വാൽ മാസപ്പിറവി ദൃശ്യമാകുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർ ശവ്വാൽ മാസപ്പിറവി കണ്ടതിൻ്റെ ശേഷം മരണപ്പെട്ടാലും അവർക്ക് ഫിത്ർ സക്കാത്ത് നൽകണം. അവിടെ ആ ദിവസത്തിൽ, പെരുന്നാൾ ദിവസത്തിൻ്റെ പകലിലും രാത്രിയിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കഴിച്ചിട്ട് കടവും കഴിച്ച് ബാക്കി സമ്പത്തുണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ്. കടമെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പിന്നെ ചിലപ്പോൾ ഒരാൾക്ക് 1 ലക്ഷം റുപ്യ കടം ഉണ്ടാവും, അവനക്ക് 10-25 സെൻറ്റ് ഉണ്ടാവും.
സ്ഥലമുണ്ടാവും. അത് ഇന്ന് കുറഞ്ഞ സ്ഥലം വിറ്റാലും ഇപ്പോൾ ഈ കടം വീട്ടാൻ കഴിയുമല്ലോ. അതുകൊണ്ട് കടന്നു പറയുകയില്ല. നേരെ മറിച്ച് അവൻ്റെ സമ്പത്തിനെ മറികടക്കുന്ന തരത്തിലുള്ള കടം അവനിക്കുണ്ട് എങ്കിൽ അത്തരക്കാർക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമില്ല. എന്നാൽ മുതലിൻ്റെ സക്കാത്തിന് കടം ബാധകമല്ല. കടമുള്ളവരും മുതലിൻ്റെ സക്കാത്ത് കൊടുക്കണം. അങ്ങനെ ഫിത്ർ സക്കാത്ത് എത്രയാണ് നൽകേണ്ടത്? ഓരോരുത്തർക്കും ഓരോ സാഴ്. അവനിക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ഓരോരുത്തർക്കും ഓരോ സാഴ് അരി വീതം, അഥവാ 4 മുദ്ദ്. ഇപ്പം മുദ്ദിൻ്റെ പാത്രമൊക്കെ ഇഷ്ടംപോണം കിട്ടാനുള്ളതാണ്. അപ്പം 4 മുദ്ദ് ഓരോരുത്തർക്കും വേണ്ടി നൽകണം. 4 മുദ്ദിൻ്റെ തൂക്കം പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സോയിൻ്റെ തൂക്കം പറയുമ്പോൾ പലപ്പോഴും അത് വ്യത്യാസമാകും. ചിലപ്പോൾ 2800 ഉണ്ടാവും, ചിലപ്പോൾ 3 കിലോനുണ്ടാവും. അത് അരിൻ്റെ വ്യത്യാസം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കം കൊണ്ടല്ല കണക്കാക്കേണ്ടത്, ഈ അളവ് പാത്രം കൊണ്ടാണ് കണക്കാക്കേണ്ടത്. ഓരോരുത്തർക്ക് 4 മുദ്ദ് നൽകുക. ഇനി ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായത് മുതൽക്ക് നൽകാം. അത് പെരുന്നാൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് നൽകലാണ് സുന്നത്ത്. പെരുന്നാൾ പള്ളിയെ തൊട്ട് ബന്ധിപ്പിക്കൽ കറാഹത്താണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് ബന്ധിപ്പിക്കൽ ഹറാമുമാണ്. ഇനി ഫിത്ർ സക്കാത്താണെങ്കിലും മുതലിൻ്റെ സക്കാത്താണെങ്കിലും അതൊക്കെ നൽകുമ്പോൾ നിയ്യത്ത് വെക്കണം. മുതലിൻ്റെ സക്കാത്താകുമ്പോൾ ഹാദാ സക്കാത്തു മാലി, ഇതെൻ്റെ സമ്പത്തിൻ്റെ സക്കാത്താണ്. ഫിത്ർ സക്കാത്താകുമ്പോൾ ഇത് എനിക്കും ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുമുള്ള ഫിത്ർ സക്കാത്താണ് എന്ന് അവൻ നിയ്യത്ത് വെക്കണം. അത് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണമെന്നില്ല, മറിച്ച് അത് അവൻ്റെ സമ്പത്തിൽ നിന്ന് മാറ്റി വെക്കുമ്പോൾ, ഇപ്പോൾ ഫിത്ർ സക്കാത്തിൻ്റെ അരിയൊക്കെ ആണെങ്കിൽ ഈ കൊടുക്കാൻ ആവശ്യമായ ആ അരി അളന്നിട്ട് ആ അരി അങ്ങോട്ട് നീക്കി വെക്കുമ്പോൾ ഇത് എൻ്റെയും ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും ഫിത്ർ സക്കാത്താണ് എന്ന നിയ്യത്ത് വെച്ചുകൊണ്ട് ആ അരിയാണ്ട് മാറ്റി വെക്കുമ്പോൾ നിയ്യത്ത് വെച്ചാൽ മതി. പിന്നീട് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ട കാര്യമില്ല. ഇനി ഫിത്ർ സക്കാത്താണെങ്കിലും സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും ആർക്കാണ് നൽകേണ്ടത്? അത് 8 വിഭാഗക്കാർക്കാണ്. ഫക്കീർ, മിസ്കീന്, അതുപോലെ സക്കാത്തിൻ്റെ ജോലിക്കാർ, പൊതുവിശ്വാസികൾ, അതുപോലെ കടക്കാർ, യാത്രക്കാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഒരുക്കി നിർത്തിയ സൈന്യം, അതുപോലെ മോചനപത്രം എഴുതപ്പെട്ട അടിമ, ഇവർക്കാണ് നൽകേണ്ടത്. പക്ഷേ ഈ കൂട്ടത്തിൽ നിന്ന് നമുക്ക് 5 വിഭാഗത്തെ ലഭിക്കുകയുള്ളൂ. അഥവാ എല്ലാ വിഭാഗത്തെയും നമുക്ക് ലഭിക്കുകയില്ല. ഫക്കീറിനെ കിട്ടും, മിസ്കീനെ കിട്ടും, കടക്കാരെ കിട്ടും, പൊതുവിശ്വാസികളെ കിട്ടും, യാത്രക്കാരെ കിട്ടും. ഈ അവകാശികളെ കണ്ടിട്ടാണ് ഈ സക്കാത്ത് നൽകേണ്ടത്. അത് അവൻ്റെ സമ്പത്ത് ഇവർക്കൊക്കെ നൽകാൻ തികയുമെങ്കിൽ നാട്ടിലുള്ള ഈ 5 വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും നൽകണം. അല്ല, എല്ലാവർക്കും തികയുകയില്ല എങ്കിൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട 3 ആളുകൾക്കെങ്കിലും അവൻ നൽകണം. ഇനി ഫിത്ർ സക്കാത്തൊക്കെ ആകുമ്പോൾ വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ അവരെ സക്കാത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും തികയും. അങ്ങനെ തികയില്ല എന്ന് കണ്ടാൽ ഇപ്പോൾ ഒരാളെ ഫിത്ർ സക്കാത്തൊക്കെ ഉള്ളുന്നുണ്ടെങ്കിൽ 3 മിസ്കീനോ 3 ഫക്കീറിനോ, ഇനി അവിടെ 1 മിസ്കീനിന് കൊടുത്താലും വീടുമെന്ന് പറയുന്ന അഭിപ്രായമുണ്ട്. എങ്കിലും 3 ആളുകൾക്കെങ്കിലും കൊടുക്കലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതൊക്കെ നാം നൽകുന്ന സമയത്ത് ഈ അർഹതപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് നൽകുക തന്നെ വേണം. നേരെ മറിച്ച് ഇങ്ങോട്ട് നൽകുന്നവർക്ക് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ കച്ചവട പീടിയിൽ നിന്ന് സാധനം വാങ്ങുന്നവർക്ക് നൽകുക എന്ന ഒരു നിയ്യത്തൊന്നും നമുക്കുണ്ടാകരുത്. ഇത് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു നിർബന്ധ ബാധ്യത, അത് വീട്ടുകയാണ് എന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതൊക്കെ നൽകേണ്ടത്. അല്ലാതെ നമ്മളത് എങ്ങനെയെങ്കിലും നമ്മളെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ട് നൽകുക എന്നത് ഒരിക്കലും ആകാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നാം കൃത്യമായി നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ബാധ്യത വീടുക. അപ്പോൾ ഈ അവകാശികളെ കണ്ടെത്തി ആ യഥാർത്ഥ അവകാശികൾക്ക് നമ്മുടെ സമ്പത്തിൻ്റെ വിഹിതം നാം എത്തിച്ചു കൊടുക്കണം. ആ നിലക്ക് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ബാധ്യത വീടുക. അതുകൊണ്ട് ഫിത്ർ സക്കാത്താണെങ്കിലും സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും അതൊക്കെ അതിൻ്റെതായ രൂപത്തിൽ നാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വക്കൽ നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമ അത് തീർത്തവരായി നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ.